ഹലോ, വെൽക്കം ടു ട്രെസേഴ്സ് വേൾഡ്. ഇതാണ് നമ്മുടെ ജപമാല മാതാവ്. ഒക്ടോബർ മാസം ജപമാല ഭക്തിയുടെ മാസമാണല്ലോ. അപ്പോൾ എല്ലാ വീട്ടിലും ഒക്ടോബറിൽ ഇങ്ങനെ മാതാവിനെയൊക്കെ വെച്ച് ആ യൂണിറ്റിലെല്ലാവരും കൂടി കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. ഈ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ മാതാവ് വന്ന ദിവസമായിരുന്നു. ഇന്ന് ഈവനിങ്ങിൽ മാതാവിനെ ഇവിടെ വെച്ചു. ഇനി നാളെയാണ് ഇവിടെ കൊന്ത ചൊല്ലാനായിട്ട് ആൾക്കാർ വരാം. അപ്പം ഞാൻ നാളെ ലീവ് എടുക്കും. മാതാവിൻ്റെ അനുഗ്രഹം കിട്ടണതല്ലേ, നമ്മളങ്ങനെ മാതാവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഓർക്കിഡ് പൂ ഷാജിയേട്ടൻ നമ്മുടെ ഓർക്കിഡ് വന്ന് പൊട്ടിച്ച് വെച്ചതാണ്. മുല്ലമാല ഞാൻ വരുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. നല്ല ഫ്രഷ് മുല്ലപ്പൂവ്. കുറച്ചും കൂടി മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സാധു മനുഷ്യൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ലാത്ത കാരണം, എൻ്റെ കയ്യിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പൈസയും ഇല്ലാത്ത കാരണം ഇത്രയും വാങ്ങിച്ചുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിറാക്കിൾ പോലെ ചിന്നു ഒന്ന് വരാമെന്ന് പറഞ്ഞു. അവൾ പെട്ടെന്ന് വിളിച്ച് പറയാം, മമ്മി ഞാനും ഫ്രണ്ട്സ് കൂടി വരുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. സാധാരണ ഇങ്ങനത്തെ ദിവസങ്ങളിൽ അവൾ വീട്ടിലുണ്ടാവാറില്ല, ഹോസ്റ്റലിൽ നിന്ന് വരാൻ പറ്റാറില്ല. ഇന്ന് അവൾ എന്തോ ഒരു സർപ്രൈസും കൊണ്ടിട്ടാണ് വരണേ. രാത്രിയായിട്ടാണ്. ഞാനവളെ വെയിറ്റ് ചെയ്തിരിക്കുക. അവൾ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. പക്ഷേ അങ്ങനെ അവർ പറഞ്ഞാലും ഫുഡ് ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റുമോ? അവളും അവളുടെ 3 ഫ്രണ്ട്സും കൂടിയിട്ടാണ് വരണേ. അപ്പം ഞാനിവിടെ ദേ കപ്പ ഇങ്ങനെ നാളികേരമൊക്കെ ചിരണ്ടിയിട്ട് ഇങ്ങനെ, അറിയാലോ കപ്പയും മീൻകറി. ആ കുട്ടികൾക്ക് കപ്പയും മീൻകറി നല്ല ഇഷ്ടം. അപ്പോൾ ഇതാ ഇങ്ങനൊരു മീനിൻ്റെ കറിയും ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. നേഴ്സായതിനു ശേഷം പിള്ളേർക്ക് ധൈര്യത്തിൽ കൂടുതല. മമ്മി ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന നഴ്സുമാരാണ്, എന്തിനാ അങ്ങനെ പേടിക്കണമെന്നൊക്കെ ചോദ്യം. നമ്മളമ്മമാർക്കെല്ലാം അറിയുള്ളൂ എൻ്റെ ടെൻഷൻ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.